ഒരു കാര്യത്തെക്കുറിച്ച് ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഇവിടെ ഈ സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ അങ്ങോളം ഇങ്ങോളം ഭയപ്പെടുത്തുകയും ഭീതിയുടെ മുൾമുനയിൽ നിർത്തുകയും ചെയ്ത അത്യന്തം ഭീകരമായിട്ടുള്ള സ്ഫോടന പരമ്പരകൾ, വർഗീയ ആക്രമണങ്ങളും കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇന്ത്യയിൽ നടന്നു വരികയാണ്. ഈ ആക്രമണങ്ങളെ തുടർന്ന് ഓരോ സംഭവം ഉണ്ടാകുമ്പോഴും വലിയ പ്രചാരണങ്ങൾ നടക്കുകയും പ്രത്യേകിച്ചും മുസ്ലിം സമൂഹത്തിനെതിരെ, മുസ്ലിം സമുദായത്തിനെതിരെ, മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാർക്കെതിരെ, മുസ്ലിം സമുദായത്തിലെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനകൾക്കെതിരെ വലിയ പ്രചാരണങ്ങൾ നടക്കുകയും നൂറുകണക്കിന് മുസ്ലിം ചെറുപ്പക്കാർ രാജ്യത്തെമ്പാടും അറസ്റ്റ് ചെയ്യപ്പെടുകയും വേട്ടയാടപ്പെടുകയും ഭീകരമായി ആക്രമിക്കപ്പെടുകയും അതിനീചമായ മർദ്ദനങ്ങൾക്ക് വിധേയമാവുകയും വർഷങ്ങളോളം സൂര്യപ്രകാശം പോലും കാണുവാൻ സാധ്യമാവാതെ തടവറകൾക്കുള്ളിൽ, കാരാഗ്രഹങ്ങൾക്കുള്ളിൽ അകപ്പെടുകയും അവരുടെ കുടുംബങ്ങളും ബന്ധുക്കളും സാമൂഹിക ബന്ധങ്ങളും അവരുടെ നാട്ടുജീവനം തന്നെയും തകർന്ന് തരിപ്പണമാവുകയും ചെയ്യുന്ന ഒരവസ്ഥ നിലനിൽക്കുകയായിരുന്നു. ഇന്ത്യയിൽ 15% വരുന്ന ഒരു ജനസമൂഹം അപ്പാടെ, മുസ്ലിം സമുദായം അപ്പാടെ ഒരർത്ഥത്തിൽ ബന്ദിയാക്കപ്പെടുന്ന ഒരവസ്ഥയായിരുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായി ഉണ്ടായിരുന്നത്. ഈ ബന്ദിയാക്കപ്പെടുക, വേട്ടയാടപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു തരം പത്രഭാഷയിലുള്ള വാക്കുകളാണ്. യഥാർത്ഥത്തിൽ ഭീകരമായ അവസ്ഥ മനസ്സിലാകണമെങ്കിൽ നമുക്ക് ഇത്തരം പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കണം, അല്ലെങ്കിൽ ഇത്തരം ഭീകരമായ പീഡനങ്ങൾക്ക് വിധേയമായ വ്യക്തികളെ കണ്ടുമുട്ടുകയോ അവരുടെ കുടുംബങ്ങളെ കാണുകയോ വേണം. അല്ലെങ്കിൽ ഇങ്ങനെ പീഡനങ്ങൾക്ക് വിധേയമായ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനകൾ നേരിട്ട് കാണണം. അപ്പോഴാണ് ശരിക്കും ഈ സമുദായം എത്രത്തോളം ഭീകരമായി വേട്ടയാടപ്പെടുകയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കഴിഞ്ഞ 1.5 ആഴ്ച മുമ്പ് ആലുവയിൽ നിന്ന് ഒരു കുട്ടി എന്നെ വിളിച്ചു. അവര് ഒരു പരീക്ഷ എഴുതാൻ വേണ്ടിയുള്ള എന്തോ അപ്ലിക്കേഷൻ ഫോം ഒക്കെ ഫില്ല് ചെയ്ത് അതിന് ഫോട്ടോ അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെയുള്ള ഒരു ഓഫീസറെ പോയി കണ്ടു. അവിടെയുള്ള ഒരു പോസ്റ്റ് ഓഫീസിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥർ ഫോട്ടോ അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സും അവരുടെ കയ്യിലുണ്ട്. പക്ഷെ അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ അയാളെല്ലാം വായിച്ചു നോക്കി അവസാനം പറഞ്ഞു, ചെയ്തു തരാൻ പറ്റില്ല, അറ്റസ്റ്റ് ചെയ്ത് തരാൻ പറ്റില്ല. അതുകൊണ്ട് ചോദിച്ചു, എന്ത് പറ്റാത്ത? അതെ, പാനായിക്കോട്ട് കാര്യത്തിൽ നമ്മൾ അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കില്ല, നമുക്ക് ജയിലിൽ പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടി ആലുവയ്ക്ക് അടുത്തുള്ള പാനായിക്കുളം എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്ന് വരുന്നതാണ്. പാനായിക്കുളത്തുകാരനായിട്ടുള്ള ഒരു കുട്ടി, പാനായിക്കുളത്തു നിന്നുള്ള ഒരു മുസ്ലിം കുട്ടി, അവന് ഫോട്ടോ അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പോലും ഉദ്യോഗസ്ഥൻ തയ്യാറാവുന്നു. ഇതേതെങ്കിലും ഉത്തർപ്രദേശിലെ ബോംബെയിലോ കഥയല്ല പറയുന്നത്, നമ്മുടെ കേരളത്തിലെ സാക്ഷര സുന്ദര എന്നൊക്കെ പറയുന്ന കേരളത്തിലെ അവസ്ഥയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കാത്തത്? പാനായിക്കുളം എന്ന് പറയുന്ന ഗ്രാമത്തെക്കുറിച്ച് നമ്മുടെ നാട്ടിലെ പത്രങ്ങളൊക്കെ മലയാള മനോരമയും മാതൃഭൂമിയും കേരള കൗമുദിയും ഇന്ത്യ വിഷനും ഒക്കെ ചേർന്നിട്ട് ഒരു പ്രത്യേക ഇമേജ് സൃഷ്ടിച്ചിട്ടുണ്ട്, ഒരു പ്രത്യേക ചിത്രം ആളുകളുടെ മനസ്സിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. പാനായിക്കുളം എന്ന് പറഞ്ഞാൽ ഒരു ഭീകര കേന്ദ്രമാണ്. ഭീകരവാദികളുടെ ലഷ്കർ-ഇ-ത്വയ്യിബകളുടെ പാകിസ്ഥാനുമായി നേരിട്ട് ഹോട്ട്ലൈൻ ബന്ധമുള്ള കേരളത്തിലെ ഒരു തീവ്രവാദ ഗ്രാമമാണ് പാനായിക്കുളം എന്ന അർത്ഥത്തിലാണ് കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായി നമ്മുടെ നാട്ടിലെ പത്രങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ അവിടെയുള്ള പയ്യന്മാർക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ല,
പാസ്പോർട്ടിന് അപേക്ഷിച്ചാൽ കിട്ടില്ല, നമ്മൾ ചെയ്യുന്ന സമയത്തിന് കിട്ടില്ല, ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങണമെന്ന് വിചാരിച്ചാൽ നടക്കില്ല, സമയത്തിന് നടക്കില്ല, കുട്ടികളിങ്ങനെ പേരാ കുറെ അവർ വായിപ്പിക്കും. അപ്പൊ അങ്ങനെ ഒരു നമ്മുടെ കേരളത്തിലെ ഒരു ഗ്രാമത്തെ കുറിച്ച് അങ്ങനെ ഒരു ചിത്രമുണ്ടാക്കി. എന്തായാലും ഒരു കാരണം എന്ന് നമുക്കറിയാം. ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്വാതന്ത്ര്യ ദിനത്തിൽ അവിടെയുള്ള ചെറുപ്പക്കാർ എന്താണ് സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങളുടെ പങ്ക് എന്ന വിഷയത്തിൽ ഒരു സെമിനാർ സംഘടിപ്പിച്ചു. അപ്പൊ അത് സിമിയുടെ യോഗമാണ്, സിമിയുടെ ഗൂഢാലോചന യോഗമായിരുന്നു എന്ന് പറഞ്ഞ് അതിന് തൊട്ട് മുമ്പത്തെ വെള്ളിയാഴ്ച നോട്ടീസ് വിതരണം ചെയ്ത് നടത്തിയ യോഗമാണ്, ബാനർ കെട്ടി നടത്തിയ യോഗമാണ്. പാനായിക്കുളം ചെറിയൊരു അങ്ങാടി, ആ ചെറിയ അങ്ങാടിയിൽ ആകെ ഒരു ഓഡിറ്റോറിയം, ഹാപ്പി ഓഡിറ്റോറിയം. ആ ഹാപ്പി ഓഡിറ്റോറിയത്തിൽ വളരെ സന്തോഷപൂർവ്വം നടത്തിയ ഒരു പരിപാടിയായിരുന്നു. പക്ഷെ അതിൽ പങ്കെടുത്ത കുട്ടികളെ മുഴുവൻ പൊക്കിയെടുത്ത് കൊണ്ടുപോയി ദേശദ്രോഹ സ്വഭാവത്തിലുള്ള വകുപ്പുകൾ ചേർത്ത് അവരെ അകത്തിരിക്കുകയാണ്. ഞാനിത് പറഞ്ഞെന്തിനാന്ന് ചോദിച്ചാൽ ഇത് നമുക്ക് ഇതിൽ ഏകദേശം ഒരു ചിത്രം കിട്ടാൻ വേണ്ടിയാണ്. കേരളത്തിന് പുറത്ത് കേരളത്തിൽ ഒരു സെമിനാറുമായി ബന്ധപ്പെട്ട കേസിൽ ഇങ്ങനെയാണ് സംഭവിച്ചതെങ്കിൽ കേരളത്തിന് പുറത്ത് നൂറുകണക്കിന് മനുഷ്യർ നിർഭയം ഛിന്നഭിന്നമാക്കപ്പെട്ട കൂട്ടക്കശാപ്പിന് വിധേയമാക്കപ്പെട്ട വമ്പൻ സ്ഫോടനങ്ങളുടെ പേരിൽ പിടിക്കപ്പെട്ടു പോയ തൂക്കിയെടുത്തു കൊണ്ടുപോയ ചെറുപ്പക്കാരുടെ കഥ എന്തായിരിക്കും, ആ ചെറുപ്പക്കാരുടെ ഗ്രാമങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ്. ഉത്തരേന്ത്യയിലൂടെ സഞ്ചരിക്കുന്ന ആർക്കും ഇത് ബോധ്യമാകും. മുസ്ലിം പ്രദേശങ്ങളിൽ അവിടെ ബാങ്കുകൾക്ക് ശാഖയുണ്ടാവില്ല. മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ സർക്കാർ വിദ്യാലയങ്ങൾ ഉണ്ടാവില്ല, ബാങ്കുകൾക്ക് ബ്രാഞ്ച് ഉണ്ടാവുകയില്ല. ഇനി അവിടെയുള്ള ഏതെങ്കിലും പയ്യൻ ഗൾഫിൽ പോകണം, വിദേശത്ത് പോകണം, അല്ലെങ്കിൽ വിദേശത്ത് പഠിക്കാൻ പോകണം എന്ന് വിചാരിച്ച് പാസ്പോർട്ടിന് വേണ്ടി അപേക്ഷ കൊടുത്താൽ, അല്ലെങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ടിന് വേണ്ടി അപേക്ഷ കൊടുത്താൽ ചുരുങ്ങിയത് 2-3 വർഷമൊക്കെ കഴിയാതെ അവരുടെ കോഴ്സിന്റെ കാലാവധിയൊക്കെ കഴിഞ്ഞാൽ, അവരുടെ വിസയുടെ കാലാവധിയൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അങ്ങനെ ഒന്ന് അവന് കിട്ടുകയുള്ളൂ. അമിത്സർഗഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രദേശമുണ്ട് ഉത്തർപ്രദേശിൽ. നമ്മൾ മലപ്പുറം പോലെയുള്ള ഒരു പ്രദേശമാണ്, ധാരാളം മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ്. അസാമാന്യം വിദ്യാസമ്പന്നരായ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ്. സാമാന്യം സാമ്പത്തിക ശേഷിയുള്ള ആളുകളാണ് അവിടെയുള്ളത്. പക്ഷേ അമിത്സർഗഡിൽ നമ്മുടെ പത്രമാധ്യമങ്ങൾ വെച്ചിരിക്കുന്ന പേര് ആതങ്ക്ഘട്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ തീവ്രവാദികളുടെ സങ്കേതം എന്നാണ്. അവരുടെ കുട്ടികൾക്ക് പുറത്തു പോകാൻ പറ്റില്ല, പഠിക്കാൻ പറ്റില്ല. ഇനി വല്ലവരും ഡൽഹിയിലൊക്കെ പോയി പഠിക്കണമെന്നൊരു സാഹസം കാണിച്ചാൽ അവരെയൊക്കെ ഏതെങ്കിലും ഏറ്റുമുട്ടൽ കഥകളുടെ പേര് പറഞ്ഞ് ഒന്നുകിൽ വ്യാജ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടും, അല്ലെങ്കിൽ സ്ഫോടനത്തിന് വേണ്ടിയുള്ള ഗൂഢാലോചന നടത്തുന്നതിനെ പിടിക്കപ്പെടും. ഇത് കഴിഞ്ഞ കുറെ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഏർപ്പാടായി. അപ്പൊ ഇങ്ങനെ ഇത് അസംഘടിതയോ പാലായിക്കുളത്തിന്റെയോ മാത്രം കഥയല്ല. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോട്ടും മുസ്ലിം സമൂഹം ഭീകരമായി വേട്ടയാടപ്പെട്ടു. അത് പിന്നെ താടിയും തൊപ്പിയൊക്കെ വെച്ചാൽ പിന്നെ ഏതെങ്കിലും മതമൗലികവാദി ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ മാത്രമാണ് എന്ന് വിചാരിക്കരുത്. വളരെ മാന്യന്മാരും വളരെ സെക്യുലറിസ്റ്റുകളും പള്ളി കണ്ടാൽ തിരിഞ്ഞു നോക്കാൻ പോലും മനസ്സില്ലാത്തവരുമൊക്കെയായ മുഖ്യധാരയിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ദേശീയ മുസ്ലിങ്ങൾ വരെ ആ തരത്തിൽ വിവേചനത്തിന് വിധേയമാവുകയാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ നമ്മളെ മൻമോഹൻ സിംഗ് കുറച്ചു മുമ്പ് അമേരിക്കയിലേക്ക് പോകുമ്പോൾ കുറെ പത്രക്കാരെ കൂടെ കിട്ടി. മൂപ്പരുടെ യാത്ര റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പത്രസമ്മേളനം പങ്കെടുക്കാനും മൂപ്പർ അവിടെ പോയിട്ട് നടത്തുന്ന വാചക കസർത്തുകൾ നേരെ നമ്മുടെ നാട്ടിലെ വായനക്കാർക്ക് എത്തിക്കാനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് പത്രക്കാരെയും ഒപ്പം കിട്ടി. ആ പത്രക്കാരിൽ ഒരാളെ വിമാനത്താവളത്തിൽ വെച്ച് ഒഴിവായി തട്ടി പുറത്തേക്ക്. അങ്ങനത്തെ പേര് ഹൈദർ അലി എന്നായിരുന്നു. ഹൈദർ ഹുസൈൻ എന്ന് പറയുന്നത് ആസാമിലെ പ്രശസ്തമായിട്ടുള്ള ഒരു പത്രത്തിന്റെ പത്രാധിപരാണ്. മൂപ്പരുടെ നിലവാരം എന്താണെന്ന് ചോദിച്ചാൽ അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഹമീദ് ചേമനല്ലൂർ
അതേ നിലവാരത്തിൽ ആസാമിലെ എഴുത്തുകാരനാണ് ഈ ഹൈദർ ഹുസൈൻ. നല്ല ശുദ്ധ പശു മാർക്ക് സെക്യുലറിസ്റ്റാണ്. പർദ്ദയുടെ ഒരു കടകണ്ട മുദ്ര അപ്പം എടുത്തോടിയില്ലല്ലോ. ആസാമിൽ തീവ്രവാദം വർദ്ധിക്കുന്നു, ജാഗ്രത പാലിക്കുക എന്നത് പറഞ്ഞിട്ട് ഈ തീവ്രവാദത്തിൽ നിന്ന് മുസ്ലിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി തന്റെ പത്രത്തെ അങ്ങ് നേർച്ചയാക്കിയ ഒരു ശുദ്ധ സെക്യുലർ ദേശീയവാദ മുഖ്യധാര പത്രാധിപരായിരുന്നു ശ്രീമാൻ ഹൈദർ ഹുസൈൻ. മുഖത്ത് രോമത്തിലൊരു കുറ്റി പോലും ഉണ്ടാവില്ല. കാരണം അതങ്ങാണ്ട് വന്നാൽ മതമൊലിയായി പോകുമെന്ന് വിചാരിച്ചിട്ട് അത്രയ്ക്ക് ശുദ്ധ സെക്യുലറിസ്റ്റായിരുന്നു ഹൈദർ ഹുസൈൻ. മൂപ്പര് വിമാനത്താവളത്തിലെത്തിയപ്പോൾ ഔട്ട് പറ്റൂല. ഇത് ഹൈദർ ഹുസൈന്റെ മാത്രം കഥയല്ല, ഇങ്ങനെ ഒരുപാട് കഥകൾ. ഷാറൂഖ് ഖാനെ പിടിച്ച് കൂട്ടിയിട്ടല്ല നമുക്കറിയാം. ഷാറൂഖ് ഖാനാണ് അമേരിക്കയിലാണ് കൂട്ടിയിട്ടത്. നമ്മളെ ഷബാന ആസ്മി, എന്തൊരു ഇന്ത്യ കണ്ട ഏറ്റവും പ്രതിഭാശാലിയായിട്ടുള്ള ഒരു കലാകാരിയാണ്, സിനിമാ നടിയാണ് ഷബാന ആസ്മി. ഖലീൽ ഫാസിലിയുടെ മകളാണ്. ഖലീൽ ഫാസിലി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയനായ വിപ്ലവ കവികളിൽ ഒരാളാണ് ഖലീൽ ഫാസിലി. പഴയ കാലത്ത് CPI-കാർക്ക് അറിയാം, CPI-യുടെ പ്രവർത്തകരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട സമയത്ത് വലിയ പീഡനങ്ങളിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഉത്തരേന്ത്യയിൽ മുസ്ലിം സമൂഹത്തിൽ നിന്ന് ധീരമായി രംഗത്ത് വന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി നമ്മുടെ ഇവിടെ KPMC-കാരൊക്കെ ഗോകുൽ പാർട്ടിയൊക്കെ നാടകം എഴുതുന്ന കാലത്ത് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഉറുദുവിൽ ഗംഭീരമായിട്ടുള്ള കവിതകളും ഗാനങ്ങളും രചിച്ച മഹാവിപ്ലവകാരിയായിട്ടുള്ള ഒരു കലാകാരനായിരുന്നു ഖലീൽ ഫാസിലി. ഈ ഖലീൽ ഫാസിലിയുടെ സ്വന്തം മകളാണ് ഷബാന ആസ്മി. വളരെ കഴിവ് തെളിയിച്ച ഒരു കലാകാരിയാണ്. രാജ്യസഭ MP ആയത് ഏതെങ്കിലും പാർട്ടിയിൽ ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കി സീറ്റ് വാങ്ങിയിട്ടല്ല, എല്ലാവരും മത്സ്യങ്ങളിലെ കലാകാരന്മാരുടെ ആ ഒരു മണ്ഡലത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട MP ആയിരുന്നു. ആ ഷബാന ആസ്മി എന്താ പറയുന്നത്? ഷബാന ആസ്മി ഒരു TV ഇന്റർവ്യൂവിൽ തുറന്നടിച്ചു, മുംബൈയിൽ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് എനിക്ക് ഫ്ലാറ്റ് കിട്ടുന്നില്ല. എന്താ ഫ്ലാറ്റ് കിട്ടാത്തത്? ഒന്നിന്റെ പേര് ഷബാന ആസ്മിയാണ്. പേര് ഷബാന ആസ്മിയാണ്. വേറെ നിലയ്ക്ക് യാതൊരു തീവ്രവാദമൊന്നുമില്ല, യാതൊരു മതമൗലികവാദമൊന്നുമില്ല. പക്ഷെ ഷബാന ആസ്മിക്ക് ഫ്ലാറ്റ് കിട്ടുന്നില്ല. ഷബാന ആസ്മിയുമാണ് സൈഫ് അലി ഖാൻ. സൈഫ് അലി ഖാൻ വലിയ സിനിമ നടനാണ്. നമ്മളെ പഴയ ഇന്ത്യയിലെ ആദ്യത്തെ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ഉണ്ട്, എന്താണ് മൻസൂർ അലി ഖാൻ പട്ടോടി. മൻസൂർ അലി ഖാൻ പട്ടോടി കല്യാണം കഴിച്ചിരിക്കുന്നത് വേറൊരു മഹാസിനിമ നടിയായിട്ടുള്ള ഷർമിള ടാഗോറിനെയാണ്. ഷർമിള ടാഗോർ എന്ന് പറഞ്ഞാൽ രവീന്ദ്രനാഥ് ടാഗോറിന്റെ അടുത്ത ബന്ധുവാണ്. അപ്പോൾ ഈ പട്ടോടിയുടെയും ഷർമിള ടാഗോറിന്റെയും മകനാണ് സൈഫ് അലി ഖാൻ. മുമ്പൊന്നും കിട്ടുന്നില്ല ഫ്ലാറ്റ്. അത് ഈ ജമാഅത്തൊക്കെ കണ്ടെന്നാണ് ആലോചിച്ചു. മുമ്പ് പറയുന്നത് TV ഇന്റർവ്യൂ വന്നിട്ട് നമുക്ക് ഫ്ലാറ്റ് കിട്ടുന്നില്ല, സൗജന്യം കിട്ടുന്നില്ല, കായ് കൊടുത്താലും കിട്ടുന്നില്ല, ഇരട്ടി പൈസ തരാനും കിട്ടുന്നില്ല. ഞാൻ സെക്യൂരിലാണ്, ഷർമിള ടാഗോറിന്റെ മകനാണ്, എന്റെ പട്ടോടി മൻസൂർ അലി ഖാൻ പട്ടോടിയിലാണ് ചെറുമകൻ മകനാണെന്ന് പറഞ്ഞൊരു കാര്യമില്ല, ഫ്ലാറ്റ് കിട്ടില്ല. എങ്ങനെ ഇങ്ങനെ അവസ്ഥ ഉണ്ടായി? അതാണ് ഞാൻ പറയുന്നത്. ഇത്രത്തോളം ഭീകരമായ ഒരവസ്ഥ അത് കൊടുങ്ങലുണ്ടായതല്ല. അതുണ്ടായതിന്റെ കാരണം ഈ ഫ്ലാറ്റ് കൊടുക്കാത്ത ആളുകൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മുസ്ലിങ്ങളെ കുറിച്ച്, മുസ്ലിം പേരുകളെ കുറിച്ച് സാധാരണക്കാരായ ആളുകളുടെ മനസ്സിൽ അല്ലെങ്കിൽ മധ്യവർഗ സമൂഹത്തിന്റെ മനസ്സിൽ അത്യന്തം ഭീകരമായിട്ടുള്ള ഒരു ചിത്രം ഇങ്ങനെ സൃഷ്ടിക്കപ്പെടുകയാണ്. ചിത്രം വെറുതെ സൃഷ്ടിക്കപ്പെട്ടതല്ല, വളരെ ബോധപൂർവം RSSന്റെ അടിത്തൂൺ പറ്റുകാരായിട്ടുള്ള RSSന്റെ ശമ്പളം പറ്റുന്ന ഇന്ത്യയിലെ മാധ്യമ കുടുംബങ്ങൾ മുഴുവൻ, ഇന്ത്യയിലെ മുഴുവൻ മാധ്യമ സ്ഥാപനങ്ങൾ, മുഖ്യധാര മാധ്യമ സ്ഥാപനങ്ങൾ RSS പ്രചാരണത്തിന് മുമ്പിൽ കമഴ്ന്നുപോയ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ചേർന്നുകൊണ്ട് ഒരു സമുദായത്തിനെതിരെ ഇന്ത്യൻ സമൂഹത്തിന്റെ മനസ്സിൽ സൃഷ്ടിച്ച അങ്ങേയറ്റം ഭീതിജനകമായിട്ടുള്ള
ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പോ സൈഫ് അലി ഖാനും ഷാറൂഖ് ഖാനും ഹൈദർ ഹുസൈനും ഷബാന ആസിഫും ഒക്കെ ഇങ്ങനെയൊക്കെ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, ഒരു ഭീകരാക്രമണ കേസിൽ പ്രതിചേർക്കപ്പെട്ട ഒരു കുട്ടി, ഒരു പയ്യൻ, അവന്റെ കുടുംബം, അവന്റെ അമ്മ, അച്ഛൻ, അവന്റെ ഗ്രാമം, അവൻ